TP കേസിൽ മാറാട് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ച പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ഇന്ന് ശരിവച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, നേരത്തെ സ്പെഷ്യൽ കോടതി കണ്ടെത്താതിരുന്ന CPIM-ൻ്റെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം KK കൃഷ്ണൻ, പാനൂരിലെ CPM-ൻ്റെ പ്രമുഖ നേതാവായിട്ടുള്ള ജ്യോതി ബാബു ഉൾപ്പെടെയുള്ള 2 പേര് കൂടി ശിക്ഷയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പച്ചപ്പാവമാണ് എന്ന് പറഞ്ഞ കുഞ്ഞനന്തൻ, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ വലിയ ആഘോഷപൂർവ്വം ആയിരക്കണക്കിന് CPM-കാർ വിലാപയാത്രയിൽ പങ്കെടുത്തു. ആ കുഞ്ഞനന്തൻ ഉൾപ്പെടെ ഈ ശിക്ഷയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഈ വിധിയെ RMBI സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ അപ്പീൽ അതിൽ ഒരു പരിധിവരെ ഇപ്പോൾ വിജയിച്ചു. ആ വിജയിച്ചു എന്ന് പറയുന്നത്, 1, നിലവിലുള്ള ശിക്ഷ ശരിവെച്ചു; 2, CPIM-ൻ്റെ 2 നേതാക്കന്മാർ കൂടി ഇതിൽ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് പറഞ്ഞു. ഇവിടെ കോഴിക്കോട് ജില്ലയിലെ CH അശോകൻ, ഒഞ്ചിയം ഏരിയ സെക്രട്ടറി ആയിരുന്ന CH അശോകൻ ഏരിയ സെക്രട്ടറി മാത്രമല്ല, CPIM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനയായിട്ടുള്ള NGO യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ CH അശോകൻ ഈ കേസിലെ പ്രതിയാണ്. ഒഞ്ചിയം ഏരിയയിൽ തന്നെ KK കൃഷ്ണൻ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടു. അവിടെ KC രാമേന്ദ്രൻ. അപ്പോൾ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. പിന്നെ ഇതിൽ ബാക്കിയുള്ള ആളുകൾ, ഇപ്പോൾ ഞങ്ങളുടെ അപ്പീൽ എന്ന് പറയുന്നത്, ഇതിൽ ഒഴിവാക്കപ്പെട്ട, നേരത്തെ കീഴ്ക്കോടതിയിൽ നിന്ന് ഒഴിവാക്കിയ P മോഹനൻ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, ആ P മോഹനിലേക്ക് ഈ കേസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിക്ക് ഇപ്പോൾ കാണാതായ ഈ കാര്യം ഉൾപ്പെടെ തെളിയിക്കാൻ ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കൊടുത്ത അപ്പീൽ, നിലവിലുള്ള ശിക്ഷ, കീഴ്ക്കോടതിയുടെ ശിക്ഷ തന്നെ അപര്യാപ്തമാണ്. ഏറ്റവും കടുത്ത ശിക്ഷ, കേരളം കണ്ട ഏറ്റവും ഭീകരമായ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ ഏറ്റവും കടുത്ത ശിക്ഷ എന്ന് പറഞ്ഞാൽ വധശിക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അത് സംബന്ധമായി 26-ാം തീയതി വീണ്ടും ഹൈക്കോടതി കേൾക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഉന്നയിച്ച, കേരളത്തിലെ CPIM നേതാക്കന്മാർ ആലോചിച്ചുകൊണ്ട് നടത്തിയ ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് ഇത് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ CPM ചെയ്യേണ്ടത് ധാർമ്മികമായി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്, കാരണം CPM ലീഡർഷിപ്പിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ കൊലപാതകം നടന്നത് എന്നല്ല, അംഗീകരിക്കാനുള്ള മാന്യത CPM-ൻ്റെ കേരള നേതൃത്വം തയ്യാറാകണം. അത് ഈ കേരളത്തിലെ ജനങ്ങളോട് ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പ് പറയാൻ വേണ്ടി CPM നേതൃത്വം തയ്യാറാകണം. CPIM-ൻ്റെ ഭരണ സ്വാധീനം, അവരുടെ മണി പവർ, അവരുടെ പാർട്ടിയുടെ മേൻ പവർ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും ഈ കേസിൻ്റെ അന്വേഷണം അലങ്കോലപ്പെടുത്താൻ, അന്വേഷണം തടയാൻ വേണ്ടിയുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തി. അതിൻ്റെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഒരു പരിധിവരെയെങ്കിലും ഈ CPM-ൻ്റെ നേതാക്കന്മാരായിട്ട് ആളുകളെ ഉൾപ്പെടെ ശിക്ഷ ഉറപ്പുവരുത്താൻ ഇപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞത്. തീർച്ചയായും സുപ്രീം കോടതി അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപത്തിലേക്ക് ഞങ്ങൾ ഉന്നയിച്ച ഈ ഏറ്റവും ഉയർന്ന ശിക്ഷയും, അതുപോലെ P മോഹനൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന പോരാട്ടം ഞങ്ങൾ ഇനിയും നിയമപോരാട്ടവും മുന്നോട്ട് പോകും. തീർച്ചയായും ഇവിടെ ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ്, CPIM-ൻ്റെ കള്ളക്കഥകൾ, കൊലപാതകം നടത്തിയിട്ട് നട്ടാൽ പൊടിക്കാത്ത നുണകളുടെ ഒരു പ്രചരണമായിരുന്നു CPM നടത്തിയത്. ആ വേദഗതികൾ മുഴുവൻ പൊളിഞ്ഞിരിക്കുകയാണ് എന്ന് സംശയരഹിതമായി ഇപ്പോൾ ഹൈക്കോടതി വിധിയോടുകൂടി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് P മോഹൻ മാത്രമല്ല, ഞങ്ങൾ അപ്പീല് നിലവിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ശിക്ഷ, വധശിക്ഷയ്ക്ക് വിധേയപ്പെടേണ്ട ആളുകളാണിവർ. രണ്ടാമത്, അതിൽ P മോഹൻ നേരത്തെ കീഴ്ക്കോടതി ഒഴിവാക്കിയ P മോഹനൻ ഉൾപ്പെടെയുള്ള ചില പ്രതികളുണ്ട്. P മോഹൻ്റെ പേരെടുത്ത് പറയുന്നത് അദ്ദേഹം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വമാണെന്ന്, കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. അയാളുടെ ജില്ലാ കമ്മിറ്റിയിലുള്ള CH അശോകൻ പ്രതിയാണ്. അയാളുടെ കീഴിലുള്ള ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം KK കൃഷ്ണൻ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടു. അയാളുടെ കീഴിലുള്ള KC രാമേന്ദ്രൻ എന്ന് പറയുന്ന ആൾ നേരത്തെ ശിക്ഷിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ CPIM-ൻ്റെ നേതൃത്വത്തിലേക്ക് ഈ കേസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം, നേരത്തെ അന്വേഷണത്തിൽ തെളിയിക്കപ്പെടാതിരുന്ന, കർട്ടന് പിന്നിൽ നിന്ന ചില നേതാക്കന്മാരുണ്ട്. അവർ ഈ കേസിൽ അന്വേഷണം കൃത്യമായി നടത്തി, അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ഉൾപ്പെടെ മുന്നോട്ട് വരണമെങ്കിൽ അതിന്
അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഞങ്ങളുടെ ഒരു ഹർജി ഹൈക്കോടതി നിലനിൽക്കുകയാണ്. CPM നേതൃത്വം ഗവൺമെൻറ് തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നു. കാരണം ഇപ്പോൾ CPM ചെയ്യുന്നത് അവർക്കെതിരെ നടക്കുന്ന ഏത് അന്വേഷണവും ആ അന്വേഷണം പാടില്ല. അതാണ് ഇപ്പോൾ വീണ വിജയൻ്റെ അന്വേഷണം പാടില്ല, പിണറായി വിജയൻ്റെ ലാവ്ലിൻ അന്വേഷണം പാടില്ല. അങ്ങനെ ഇവർ പ്രതികളാകുന്ന അന്വേഷണങ്ങളെല്ലാം തടയുക എന്ന് പറയുന്ന ഒരു രീതിയാണ് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയാണ് ചന്ദ്രശേഖരൻ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൊടുത്ത ഹർജി തടസ്സവാദങ്ങളുമായി അവർ ഗവൺമെൻറ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് എന്താ താല്പര്യം? അന്വേഷിക്കട്ടെ, അത് നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മടിയിൽ കനമുണ്ട്. ഈ കൊലപാതകത്തിലൊക്കെ CPIഎമ്മിൻ്റെ ഉന്നത നേതൃത്വം, പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ഉന്നത നേതൃത്വം പങ്കുണ്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ വാദഗതി ഹൈക്കോടതി ഭാഗികമായി അംഗീകരിച്ചിരിക്കുകയാണ്. ഇനി അത് സുപ്രീം കോടതിയിൽ കൂടി പോയാൽ തീർച്ചയായും നീതിപീഠം നിയമത്തിൻ്റെയും അതുപോലെ നീതിയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഭാഗമായി നമ്മുടെ നീതിന്യായ സംവിധാനം നിലനിൽക്കുമെന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഹൈക്കോടതിയുടെ ഈ വിധി. തീർച്ചയായും ഇതിൽ ഒഴിവാക്കപ്പെട്ടവർ പലരും ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന ഞങ്ങളുടെ വാദം ഹൈക്കോടതി അംഗീകരിച്ചു. അതുമാത്രമല്ല, ഇത് ഇപ്പോൾ CPMൻ്റെ നേതൃത്വത്തിലേക്ക് കൂടാതെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CH അശോകൻ CPMൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ KK കൃഷ്ണൻ, അപ്പുറത്ത് ജ്യോതിബാബു, ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ് ഇവരുടെ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ഇപ്പോൾ തീർച്ചയായും അറിയാം CPMൻ്റെ സംഘടനാ രീതി വെച്ചുകൊണ്ട് 2 ജില്ലയിലെ നേതൃത്വം ആലോചിച്ചൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പങ്കുണ്ട്. അതാണ് ഇനി പുറത്ത്, അവർ കസ്റ്റഡി പിന്നിലാണ്, അതാണ് പുറത്തുകൊണ്ട്, അതാണ് ഞങ്ങൾ CBI അന്വേഷിക്കണം ആവശ്യപ്പെടുന്നത്. അവിടെയാണ് ഗവൺമെൻറ് പറയുന്നത് പാടില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കി വക്കീലിനെ വെച്ചുകൊണ്ട് ഗവൺമെൻറ് ഹൈക്കോടതിയിൽ പോവുകയാണ് ഈ കേസ് അന്വേഷിക്കരുതെന്ന് പറയാം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റഡി പിന്നിൽ നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത്. അല്ല, ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞു ഇനി 26-ാം തീയതി ശിക്ഷയ്ക്കപ്പെട്ടതിൽ കൂടണോ എന്നതിനെ സംബന്ധിച്ച് അവർ പറയാൻ പോവുകയാണ് ഞങ്ങളുടെ അപ്പീൽമേൽ. സ്വാഭാവികമായും ഞങ്ങൾ ഇതിനെതിരെ സുപ്രീം കോടതിയിലേക്കാണ് വന്നത്. ഹൈക്കോടതി നിന്നു. അല്ല, 26 എന്ന് പറയുന്നത് കേസിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് ആവശ്യമായ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് ചെയ്യും. അതൊക്കെ നിയമപരമായിട്ടുള്ള അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് അതൊക്കെ ചെയ്യുക. പക്ഷേ ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഇതിൽ ഇപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ആളുകൾ അവരുടെ ശിക്ഷ അപര്യാപ്തമാണ്, ഏറ്റവും ഉയർന്ന ശിക്ഷ നൽകണം എന്ന ഞങ്ങളുടെ വാദഗതി നിലനിൽക്കുകയാണ്. അതെന്തായാലും സുപ്രീം കോടതിയിലേക്ക് പോകും. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ കർട്ടന് പിന്നിലുള്ള നേതൃത്വത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള പോരാട്ടവും ഞങ്ങൾ തുടരും. ഒരു കാര്യം, ഒറ്റ കാര്യം കൂടി, ഈ കേസ് ഇങ്ങനെ തെളിയിക്കപ്പെടുന്ന കാര്യത്തിൽ CPIഎമ്മിൻ്റെയും ഒക്കെ അധികാര സംവിധാനങ്ങളും അവരുടെ മറ്റു പാർട്ടി സംവിധാനങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ കേസ് തെളിയിക്കാൻ വേണ്ടി പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ പൊതുസമൂഹത്തിൽ ഇതിൻ്റെ ശ്രദ്ധിക്കാൻ ആവശ്യമായ മാധ്യമങ്ങളുടെയൊക്കെ പങ്ക് ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. അവരോടെല്ലാം ഈ നന്ദി പറയുകയാണ്. ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല, ഒരു പ്രതിസന്ധി ഉണ്ടായില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ വലിയ സുപ്രീം കോടതിയിലൊക്കെ കോടികൾ മുടക്കിയ വക്കീൽമാരൊന്നും ഞങ്ങൾ കൊണ്ടുവന്നില്ല. ഇവിടെ വിചാരണ കോടതിയിൽ നടന്ന അഡ്വക്കേറ്റ് കുമാരൻകുട്ടിയാണ് ഞങ്ങൾ പ്രോസിക്യൂട്ടറായിട്ട് ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത്. മനസ്സിലായോ? കാര്യങ്ങൾ സത്യസന്ധമായി പറയുന്ന ആൾക്കും ഏത് വക്കീലായാലും സത്യം തെളിയിക്കാൻ കഴിയും. അതിന് വിമാനത്തിൽ, ചാർട്ടേഡ് വിമാനത്തിൽ കൊണ്ടുവരേണ്ട വക്കീലിൻ്റെ ഒന്നും കാര്യമില്ല. സത്യം വിളിച്ചു പറയാൻ ആർജവമുള്ള അഡ്വക്കേറ്റുമാർ അത് കൃത്യമായി അവതരിപ്പിച്ചാൽ ഈ ഏത് കേസും തെളിയിക്കപ്പെടാൻ ഉള്ളൊരു സാധ്യത കൂടിയാണ് കുമാരൻകുട്ടി വക്കീൽ ഉൾപ്പെടെയുള്ള അവരുടെ ടീം, എസ് രാജീവ്, സഫൽ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പേര് 3 വക്കീൽമാരാണുള്ളൂ. കുമാരൻകുട്ടിയാണ് പ്രോസിക്യൂട്ടർ, അയാളുടെ സഹായി സഫൽ, എസ് രാജീവ് ഹൈക്കോടതിയുടെ ഒരു പരിമിതമായ ഇടപെട്ടിട്ടുള്ളൂ. മറ്റ് രംഗത്ത് വന്നത് രാമൻപിള്ള ഉൾപ്പെടെയുള്ള
രാമൻപിള്ളക്ക് 1 കോടി രൂപയാണ് ഫീസ് കൊടുത്തത്. ഈ കേസ് വിചാരണ നാടുകളിൽ മുഴുവൻ രാമൻപിള്ള ഫുൾ ടൈം ഇത് കൈകാര്യം ചെയ്യുകയാണ്. ബാക്കിയുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞു മുഴുവൻ ഏറ്റെടുത്തത് രാമൻപിള്ളയാണ്. 1 കോടി രൂപയാണ് അവർ വാങ്ങിയത്. അതുപോലെ അവിടെ ഫ്ലാറ്റ് എടുത്തു 25 വക്കീലുമാർ, ഉദയഭാനു, അതുപോലെ തലശ്ശേരിയിലുള്ള വക്കീലുമാർ, ഈ കോഴിക്കോട്ടുള്ള ആളുകൾ, CPM-മായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ആളുകളെ കോടികൾ മുടക്കി ഹൈക്കോടതിക്ക് സമീപം ഫ്ലാറ്റ് എടുത്ത് അവർക്ക് ഊണും അതുപോലെ ഭക്ഷണവും എല്ലാം കൊടുത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് വാദിച്ചൊരു കേസ്. ഞങ്ങളുടെ 3 വക്കീലന്മാർ അവരുടെ ആത്മാർത്ഥതയും അവരുടെ ഇടപെടലുകളും അതിനൊന്നും പ്രഗത്ഭന്മാരൊന്നുമല്ല. സുപ്രീം കോടതിയിൽ നിന്ന് ആളെ ഞങ്ങൾ ഇറക്കിയിട്ടില്ല, ഹൈക്കോടതിയിൽ തന്നെ പ്രമുഖന്മാരെ ഇറക്കിയിട്ടില്ല കേസിൽ. പക്ഷേ ഇവിടെ നീതി തെളിയിക്കപ്പെടുന്നത് പണത്തിനും മേലെയാണ് സത്യം എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. അല്ല, ഞങ്ങളുടെ ശ്രമത്തിന് അടുക്കുകയാണ്. ഒരു കാര്യം, CPM-ന്റെ ഉന്നതത്തിൽ പെടുത്താൻ വേണ്ടിയല്ല, ഈ കേസിൽ ഉൾപ്പെട്ട CPM നേതാക്കന്മാരിലേക്ക് ഈ അന്വേഷണം എത്തണം, ഉൾപ്പെടുത്താൻ വേണ്ടിയല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പി മോഹൻ ഉൾപ്പെടെ ഒരു സെറ്റ് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പി മോഹൻ ഉൾപ്പെടെയുള്ള ആൾ, പി മോഹൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടല്ല, അദ്ദേഹം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. ആ ജില്ലാ സെക്രട്ടറി അറിയാതെ TP ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ, കാരണം TP ചന്ദ്രശേഖരനും പി മോഹനും ഒരേ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ആളാണ്. അരി അല്ല, അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം പി മോഹന് പിന്നീട് പ്രൊമോഷൻ കൊടുത്തു ഈ കൊലപാതകത്തിൻ്റെ മഹത്വം ഉൾപ്പെട്ടുകൊണ്ട്. കാരണം അതിൽ പല, ഞാൻ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് പറയുന്നില്ല, അതിലൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്, അതൊന്നും എല്ലാം പറയാൻ കഴിയില്ല, അതൊക്കെ കേസിനെ ബാധിക്കുന്ന പ്രശ്നം. ഒരു കാര്യം പറയും, ഇതിന് പ്രൊമോഷൻ എടുക്കാൻ കാരണം എന്താ? ഒരു കൊലപാതക കേസിൽ പ്രതിയായി പ്രതിപ്പട്ടിക വരാൻ സാധ്യതയുള്ള ആളെ എന്താ പ്രൊമോഷൻ കൊടുത്ത് ജില്ലാ സെക്രട്ടറി ആക്കിയത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചില ഇടപെടലുകൾ സംസ്ഥാന നേതൃത്വമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് അവിടെയാണ് CBI അന്വേഷണം പാടില്ല എന്ന് മുഖ്യമന്ത്രിയും ഗവൺമെൻറ് പറയുകയാണ്, അന്വേഷിക്കാൻ പാടില്ല. അതാണ് പ്രശ്നം. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും.